അങ്ങനെയല്ല കട്ടപ്പനയിലെ ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു സുഹൃത്തുക്കളെ സഹായിക്കുക എന്ന് പറയുന്ന കടമ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ദൈവതുല്യം എന്ന് പറയുന്നിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മളുടെ പുള്ളിക്ക് പറയുന്നതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരിധി ഇല്ല. കാരണം വെച്ചാൽ നമ്മളെ അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് ജാഫറിന് ഒരു ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ജാഫറിന് എല്ലാവരും കൂടി തള്ളി ജാഫറിനെ ഒതുക്കി മാറ്റിയിട്ടേക്കായിരുന്നു. അപ്പൊ കലാഭമണിയുടെ എന്തോ വിഷയം വന്നപ്പോ എനിക്കറിയാം മണിയുടെ അടുത്ത് ഞങ്ങളുടെയൊക്കെ സൗഹൃദങ്ങള് ജാഫർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കലാഭമണിയും നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ അറിയാം. കാരണം മണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാൻ. അപ്പൊ എനിക്കറിയാം. അപ്പൊ പക്ഷെ എന്തൊക്കെ ആരോപണത്തില് ജാഫറിനെ സിനിമയിൽ നിന്നല്ല ജാഫറിന് ഒരു ആ സമയത്ത് ഞാൻ പറഞ്ഞ ജാഫറിന്റെ അടുത്ത് ഞാൻ ഷോയ്ക്ക് പോകുന്നുണ്ട്, നീ വരണ്ടെന്ന് വെച്ചു. അപ്പൊ സ്പോൺസറുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇവന് വെറുതെ കുറച്ച് പൈസ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മേടിക്കില്ല, അഭിമാനിയാണ്. ഞാൻ പറഞ്ഞു എടാ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്ത് എന്തിടുന്ന അതിന്റെ അഡ്വാൻസ് വാങ്ങിച്ചോളാം. അങ്ങനെ കുറച്ച് കാശ് കൊണ്ടേ കൊടുത്തു. അങ്ങനെയൊക്കെ പിന്നെ എന്റെ കട്ടപ്പന ഇതിപ്പോ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആരും പറഞ്ഞില്ല, എന്നോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ജാഫറിന് ഒരു വേഷം കൊടുക്കണം, എന്തൊക്കെയാണെങ്കിലും ജാഫറിന്റെ ഒരു ചെറിയ വേഷമാണെങ്കിലും പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല, കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞത്. അത് പക്ഷെ അതൊരു സുഹൃത്തുക്കളെ പോലെ ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യും നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെ സഹായിക്കുന്നു, ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്നവരാണ് ദൈവതുല്യം എന്ന് നമുക്ക് തോന്നും. അതൊരു ആവശ്യം കണ്ടറിഞ്ഞ് പെരുമാറുക എന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ആരെയും സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളല്ല, ഫോൺ ചെയ്യുന്ന ആളല്ല. സ്ഥിരമായിട്ട് സഹായിക്കത്തില്ല, പക്ഷെ ആവശ്യം വരുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുന്ന ആവശ്യം വരുന്ന സമയത്ത് ഫസ്റ്റ് കോള് എന്റെ ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അത് അനുഭവങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ? കാരണം ആ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ ചിന്തിക്കും, അത്രേ ഉള്ളൂ. അതിന് വേറെ മാജിക് ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് മാജിക് മഷ്റൂമാണ്. അശോകൻ ചേട്ടൻ ചെയ്തതില് ഇക്കാക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരുന്നു? പഞ്ചാബി ഹൗസിൽ രമണൻ മുതലാളി ജഗ ജഗ ജഗയാണല്ലേ? അതാണ് അശോകൻ ചേട്ടൻ. ഓക്കെ. അപ്പൊ ഈ അശോകൻ ചേട്ടൻ ചെയ്തൊരു ഇതില്ലേ, കാല് വയ്യാത്തവനാണ് അമ്മ 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 അമ്മോ, അത് പി ജുശംബർ സാറിന്റെ പടം. അന്ന് ഞങ്ങൾക്ക് അഭിനയിക്കാൻ വേണ്ടി ഭയങ്കര ഏതെങ്കിലും ഒരു പടത്തിൽ ചാൻസ് കിട്ടാൻ വേണ്ടി കൊതിച്ച് ചാൻസ് വെച്ചിറക്കുന്ന സമയല്ലേ, അന്ന് ഈ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എനിക്ക് എന്നെ വിളിച്ചു, ഈ ഹമ്മ ഹമ്മ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം. അപ്പൊ ഞാനിത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഒരിക്കലും എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവില്ല എന്ന് എനിക്കറിയാം. കാരണം കോമഡി കിട്ടൂല. ഞാൻ ഒന്നാമത്തെ കോമഡി പ്രസന്റ് ചെയ്യാൻ അഭിനയിക്കാൻ എനിക്ക് അറിയാൻ പാടാത്തല്ല, ഞാൻ നല്ല ആക്ടറല്ല. അപ്പൊ നേരെ ഞാൻ സാറിൻ്റെ അടുത്ത് വിജയകുമാർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇത് ഞാൻ ചെയ്ത് ശരിയാവില്ല, അശോകൻ ചേട്ടനോ അല്ലെങ്കിൽ നാരായണൻകുട്ടിയോ ഇത് അപ്പോൾ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ നാരായണൻകുട്ടി ചേട്ടൻ എൻ്റെ അടുത്ത് വെച്ച്, എടാ നീ ഞാൻ റെക്കമെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് ശരിയാവില്ല. താങ്ക്സ് എടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ അല്ല, അത് പിച്ചക്കാരൻ്റെ വേഷമാണ്, അത് മാച്ച് ആവണ്ടേ നമുക്ക്. എനിക്കത് ആപ്റ്റല്ല, അതിന്റെ പേരിലാണ്. പിന്നെ നാരായണൻകുട്ടി ചേട്ടന്റെ അടുത്തു നിന്നാണ് അശോകൻ ചേട്ടനിലേക്ക്. പിന്നെ അത് നാരായണൻകുട്ടി ചേട്ടനല്ല, പിന്നെ അശോകൻ ചേട്ടൻ ചെയ്തു. അശോകൻ ചേട്ടന്റെ മീറ്ററിൽ അശോകൻ ചേട്ടൻ അത് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്ത്. ഞാനൊക്കെ ചെയ്തു തരുന്ന എനിക്ക് ഉറപ്പാണ് ആ സ്ക്രീനിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞ, ഉറപ്പായിട്ട് പടത്തിന്ന് പോയത്. ഓക്കെ. ഈ ബിന്ദു ചേച്ചിക്ക് വേണ്ടിയിട്ട് എഴുതിയ ക്യാരക്ടറാണ് മനീഷ ചേച്ചി ചെയ്തത് എന്നിങ്ങനെ കേട്ട്, ബാക്കിയെല്ലാം ഉദ്ദേശിച്ച ആൾക്കാരെ തന്നെ എഴുത്തില് കിട്ടിയിട്ടുണ്ടായോ? ഉറപ്പായിട്ടും. വിഷമം ഉണ്ടായിരുന്നോ അത് ഉദ്ദേശിച്ചത്? അങ്ങനെ ഇല്ല, മനീഷ ചേച്ചി അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അശോകൻ ചേട്ടനാണേലും ജാഫറിക്കാണേലും ഞാൻ എഴുതുന്ന സമയത്ത് അച്ഛൻ ഫസ്റ്റ് ഡയലോഗ് എഴുതുന്നതിന് മുമ്പ് തന്നെ ജാഫറിക്ക എന്നുള്ളൊരു പരിപാടി തന്നെയായിരുന്നു. അപ്പൊ ഞാൻ എഴുതുന്ന സമയത്ത് ഞാനൊരു എപ്പോഴും സംസാരിച്ചോണ്ടാണ് എഴുതുക. ഈ പറയുന്ന പോലെ ഡയലോഗ് ആ കഥാപാത്രം പറയുന്ന രീതിയിൽ വീടിന്റെ പുറകിൽ ഇരുന്ന് സംസാരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടാണ് ഇരിക്കുക. അപ്പൊ അമ്മയച്ഛനൊക്കെ അതിൽ പോകുന്ന സമയത്ത് ഇവന് എന്നാണ് ഈ പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ നോക്കാറുണ്ട്. ഒരു മരച്ചോട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ വോയിസിൽ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ എഴുതുക, ഫോണിലാണ് എഴുതുക. അപ്പൊ അതിങ്ങനെ ആ വേരിയേഷനിൽ തന്നെ ഇങ്ങനെ സംസാരിക്കും. അത് 4 പരിപാടി അതിന്റെ ഒരു ഡിഫറൻസ് ആണ് പിടിച്ചു നോക്കും. അതിലൊരെണ്ണം ലോക്കാവും, ഓക്കെ അത് എഴുതും. അങ്ങനെയാണ് പോകുക. അപ്പൊ ജാഫ്രിക്കൊക്കെ കറക്റ്റ് അത് തന്നെ. എനിക്ക് പിന്നെ കുറച്ചും കൂടെ കണക്ട് ആവും. ഞാനും ഇടുക്കിയാണ്, ജാഫ്രിക്ക ഇടുക്കിക്കാരനാണ്. ആ സ്ലാങ്, പിന്നെ ജാഫ്രിക്ക പെർഫോമൻസിന്റെ സമയത്താണെങ്കിലും ചില പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നത്, അതൊക്കെ ഭയങ്കര ലൈവാ.
അപ്പൊ ജാഫ്രിക്കാണേലും അശോകൻ ചേട്ടനാണേലും ബാക്കി ഇതിലെ എല്ലാവരും തന്നെ ഇതിലാ ജാഫർ ഇരുന്ന് ചക്ക അരിയണല്ലേ, ആ. അത് അരിഞ്ഞുകൊണ്ടിരിക്കണ അത് ഭയങ്കര അവന് ഇത് പരിപാടിയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നുള്ള. അതെ, പുള്ളി കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര വില്ലനാണല്ലോ. പുള്ളി ഇപ്പോഴും ഒരു നാടനാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ നല്ല വശങ്ങളും പുള്ളിയുടെ ആ പർട്ടിക്കുലർ സീനിലുണ്ട്. കാര്യം എത്ര നാച്ചുറൽ ആയിട്ടാണ് അത് ഒരു എടുത്ത് അരിഞ്ഞ് പിടിച്ച് അപ്പുറത്ത് വെച്ച് ഇപ്പുറത്ത് വെച്ച് അവസാനം എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ലൈവാണ് പുള്ളി. എന്തായാലും ഇതിന്റെ ലോഞ്ചിന്റെ സമയത്ത് പുള്ളി ഇതേപോലെ നേരത്തെ ജാഫ്രിക്ക ദൈവതുല്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഗുരുതുല്യൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അടുത്തൊരു പടം അവരെ വെച്ചിട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവോ? അങ്ങനെയല്ല, ഇത് ഇപ്പം ഇതിന്റെ അമർ അക്ബർ ധോണിയുടെ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആഗ്രഹമുള്ളതാണ്. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ പണ്ട് ആദ്യം സംഭവിച്ച പോലെ അല്ല ഇപ്പൊ. ഇത് ഇപ്പൊ ഇത്തിരി കൂടി ടഫാണ്. കാരണം എല്ലാവരും വളരെ ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല സ്റ്റോറി ലൈനൊക്കെ വേണം. അപ്പൊ അത് ഒരു മല്ലിക ചേച്ചി തന്നെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ മോനെ നമുക്ക് അതൊന്ന് ആലോചിച്ചാലോ. അപ്പൊ ചേച്ചി ആലോചിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും. കാരണം രാജുവിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ചേച്ചി നമുക്കും ആഗ്രഹമുള്ളതാണ്, അത് നല്ലൊരു പ്ലോട്ട് വരട്ടെ. സുധേട്ടാ, ഈ കോമഡി ടൈമിങ് കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തത് ആരുടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനകത്ത്? ഒരു DOP സംബന്ധിച്ച് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കാണല്ലേ? അത് വേറെ ആരുടെ അല്ല, സീരിയസ്ലി. അത് ചില സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇപ്പുറത്തുനിന്ന് ഒരു കൗണ്ടർ വരും പുറമെന്ന്. പിന്നെ ഒരു തലതിരഞ്ഞുള്ള ചിരിയും പിടിക്കുകയൊക്കെ ആയിട്ട് ഒരു നേരത്തെ പറഞ്ഞില്ലേ, പറയാതിരിക്കാൻ പറ്റില്ല കേക്ക്. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു പരിപാടിയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അത് എന്ത് ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇതൊന്നും ഒരു ബന്ധമില്ല പരിപാടി. അത് ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻസിഡൻസ് ഉള്ളത് കൊണ്ട് എന്താന്ന് കൃത്യമായിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ തല അണഞ്ഞ് ചിരിച്ച ഇഷ്ടംപോലെ ഇൻസിഡൻസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് വേറെ ആരുടെ ടൈമിങ്ങനെ ഇതാണ് പടത്തില് ഉള്ളതിന്റെ കോമഡി അതിന്റെ ഡബിൾ ആണ് പുറത്ത്. ഡയറക്ടർ ഇത്രയും നിങ്ങളുടെ ചോദ്യം വന്നത് പടത്തില് കോമഡി കണ്ടിട്ട് ഏറ്റവും എൻജോയ് ചെയ്ത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ അത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് ഇതിന്റെ പുറകിലായിരുന്നു കോമഡി. എന്താല്ലേ ബുദ്ധി. എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടന്റെ പണ്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, അണ്ണൻ തമ്പി. അതിനകത്താണ് ഈ ഒരു മേക്ക് ഓവറിൽ പുള്ളീനെ ലാസ്റ്റ് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്നിട്ട് അശോകൻ ചേട്ടന്റെ ക്യാരക്ടർ എന്താ ശരിക്കും? അശോകൻ ചേട്ടൻ ഒരു നാടക ഒക്കെ പഠിപ്പിക്കുന്ന, അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിൽ വന്ന് താമസിക്കുന്ന ഒരാള്. പക്ഷെ കുറച്ചുകൂടി നാടകത്തിന്റെ ആശാൻ, അതായത് അങ്ങനെയൊക്കെയുള്ള ഇവരെ ഡ്രാമ പഠിപ്പിക്കല്, അതിനൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാള്. ചില കാര്യങ്ങൾ പുള്ളി ആധികാരികമായിട്ട് പറയും, പക്ഷെ അതൊക്കെ മണ്ടത്തരങ്ങളായിരിക്കും കുറെ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരുടെ മുമ്പിൽ ഒരു വിശ്വാസമുള്ള ഒരാള് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്.